മത്സ്യത്തൊഴിലാളികൾ പ്രകോപിതരാണ്. പോലീസ് എത്തി മുതലപ്പുഴയിൽ നിന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലെ ആളുകളെ പുറത്തേക്കിറക്കിയതിൽ, ഉദ്യോഗസ്ഥരെ പുറത്തേക്കിറക്കിയതിലാണ് ഇപ്പോൾ വാക്കേറ്റം നടക്കുന്നത്. റിനു ശ്രീധർ, അവിടെ ആ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ പോകാൻ സാധിച്ചോ? റിനു ശ്രീധർ, കേൾക്കാമോ? തീർച്ചയായും കേൾക്കാം. മുതലപ്പുഴയിൽ മണൽ നീക്കം തടസ്സപ്പെട്ടതിലാണ് മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തിയത്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി അവിടെ ഹാർബർ എഞ്ചിനീയർ ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ പുറത്തിറക്കിയിരിക്കുകയാണ്. അവരെ ഇവിടെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് സന്നാഹം അവിടെ നിലയുറപ്പിച്ചപ്പോൾ അവരുമായും മത്സ്യത്തൊഴിലാളികൾ വാക്കേറ്റം നടത്തുന്നത് നമ്മൾ കണ്ടു. മത്സ്യത്തൊഴിലാളികളും പോലീസും തമ്മിലുള്ള സംഘർഷമായിരുന്നു അവിടെ കണ്ടത്. അതിനുശേഷം ഈ ഹാർബർ എഞ്ചിനീയർ ഓഫീസിലെ ആളുകളെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. വഴി തടഞ്ഞ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ അവിടെ ആ ഓഫീസിന് മുന്നിൽ ഉപരോധവുമായി ഉണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ്. എന്നാൽ തൊഴിലാളികൾ പോലീസുമായും വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ പൂർണ്ണമായും ശാന്തമായിട്ടില്ല. ഇപ്പോഴും പോലീസിന്റെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹാർബർ എഞ്ചിനീയർ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും നേർക്ക് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന ഇത്ര ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പോയി, സാറന്മാരെല്ലാം അവരുടെ നിയമം പാലിച്ചു. ഈ അടച്ചില് ഈസ്റ്ററിന് മുമ്പ് നടന്നാൻ പോവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം, സ്കൂൾ തുറക്കാൻ പോകണം. ഇതായിരിക്കും നമ്മുടെ വെള്ളത്തിന്റെ 3 ലക്ഷം രൂപ നമ്മൾ നഷ്ടം വന്ന്. ഫിർദോസ് സഖാവ് 3-4 വെള്ളത്തിന് പങ്കടിച്ച് എല്ലാം പോയി. നമ്മൾ സഹിച്ചു. ഈ തുച്ഛമായ 40 ഗ്ലാസ് പൊട്ടിന്ന് മണി ഒരു പാവപ്പെട്ട നിരവധി പയ്യനെ അകത്തിരുത്തിയേക്കുന്നു. വിശ്വാസമില്ല, നമുക്കിപ്പോ ഒരു വിശ്വാസമില്ല. ഞങ്ങളെ പെരുമാതിരയിലെ എല്ലാ കുടുംബത്തെയും ഇറങ്ങി, ഞങ്ങളെ കൊച്ചു മക്കളെ ഉൾപ്പെടെ ഇറക്കി ഞങ്ങൾ സമരം ചെയ്തിരിക്കും. ഞങ്ങൾ ഈ പോലീസിന്റെ ഗുണ്ടായുസത്തിന് ഞങ്ങൾ കീഴടങ്ങിയെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. നാളെ ഞങ്ങളെ സ്ത്രീകളെ ഞങ്ങൾ ഈ നടു റോട്ടിൽ ഈ തെരുവിൽ ഞങ്ങൾ ഇറക്കിയിരിക്കും. നാളെ തിരുവനന്തപുരം ജില്ല ഞങ്ങൾ സ്തംഭിപ്പിക്കാൻ വിചാരിച്ചാൽ, ഈ കടലിന്റെ മക്കൾ വിചാരിച്ചാൽ നടന്നിരിക്കും. അത് നടക്കുക തന്നെ ചെയ്യും. തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ അറിഞ്ഞോ? എന്താണ് നിർദ്ദേശം പറയുന്നത്? നമ്മൾ അറിഞ്ഞില്ല. ചർച്ചയ്ക്ക് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ ഉദ്യോഗസ്ഥരെ അവരുടെ ജോലി ചെയ്തു, അവരെ ഏൽപ്പിച്ച ജോലി ചെയ്തു. പക്ഷേ ഈ ജനങ്ങളെ നിങ്ങൾ ഈ കാണിച്ച ഉദ്യോഗസ്ഥന് കാണിച്ച 1% നമ്മളെ കാണിച്ചെങ്കിലേ ഈ കടലിൽ നമ്മൾ പണിക്ക് പോയെന്ന്. അവസാനിപ്പിക്കുന്നില്ല. ഒന്നും ആയില്ല. നമ്മളെ ഉദ്യോഗസ്ഥരെയോ ഒരു നിയമപാലകരെയോ നമ്മൾ തെറ്റി പറയുന്നില്ല. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേക്കും. തുടരും. നിങ്ങൾക്ക് പോകാനുള്ള ഒരു ഉദ്യോഗസ്ഥനും നമ്മൾ കുറ്റം പറഞ്ഞില്ല. ഇത് വളരെ സമാധാനപൂർവ്വമായിട്ട് നടന്നുകൊണ്ട് അവർ നിയമം ചെയ്യുന്നു കേട്ടോ. ഇത് വളരെ സമാധാനപൂർവ്വമായിട്ട് നടന്നൊരു സമരമാണ്. നമ്മള് ഈ കാണുന്ന മുതലപ്പുഴ അടഞ്ഞ സമയത്ത് ഒരുപാട് നിങ്ങൾക്ക് ആട് ഫാം ഇതെല്ലാം കഴിഞ്ഞിട്ട് തുച്ഛമായ ഒരു ചെമ്മീൻ വളർത്തുന്ന ഒരാളുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാം എടുത്താണ്. ഇവിടെ എല്ലാം ചെയ്താണ്. നമ്മുടെ ജനങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഒരു മീഡിയക്കാരൻ നിങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി വന്ന് കാണിക്കുന്നു, പോകുന്നു. പക്ഷെ ഒരാൾ പോലും നമുക്കൊരു അനുകൂലമായിട്ട് നിൽക്കില്ല. ചില ചാനലുകൾ നിൽക്കും, എന്നറിയാം, രാഷ്ട്രീയമാരും അവർ ഉദ്ദേശം. നമ്മളെ ആരും ഒരു രാഷ്ട്രീയം നമ്മളില്ല. പക്ഷെ ഈ കാണിച്ചത് മഹാപോക്കറ്റ് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. നമ്മളെ നേരം വിളക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കെല്ലാം കുടുംബമുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസം. ഈ ഈസ്റ്റർ വന്നു,
എല്ലാം കടലടച്ചു, എല്ലാം പണയത്തിലാണ്, എല്ലാമാണ്. നമ്മളുടെ വള്ളങ്ങൾ 3 വള്ളങ്ങളും 7 വള്ളങ്ങൾ ഈ പങ്കടിച്ചു. ഇപ്പൊ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തില്ലേ? ഈ കാണുന്ന വള്ളങ്ങൾക്കെല്ലാം 3 ലക്ഷം നഷ്ടം. ഈ കാണുന്ന ഒരു അടാസ് ഒരു ഗ്ലാസ് പൊട്ടിയപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു സഹോദരനെ അറസ്റ്റ് ചെയ്തു. അവൻ പോട്ടെ, അവൻ ഇനി പോകുമ്പോൾ അവൻ അടുത്ത ക്രിമിനലായിട്ട് വരുന്നില്ല. അവിടെ ചിലപ്പോൾ കിടക്കുന്ന ആൾക്കാർ അവനെ ഒരുപാട് ശീലങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയധികം. സുജയ, ഇതാണ് തങ്ങൾ ഏറെ നാളായി പട്ടിണിയാണ്. ഏകദേശം 3 മാസത്തോളമായി മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയിട്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏകദേശം ഇന്ന് പുലർച്ചെ മുതൽ റോഡ് ഉപരോധം, അതിനുശേഷം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധം, ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ നിന്നത്. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏകദേശം 2 ആഴ്ചത്തോളം ആയി ചന്ദ്രഗിരി ട്രജർ ഇവിടെ എത്തിച്ചിട്ട്, പക്ഷേ നിലവിൽ ഇതുവരെയും അതിൽ നിന്ന് വെള്ളം മാത്രമാണ് പമ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. മണൽ പമ്പ് ചെയ്ത് കളയുവാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്.